ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ വരുമ്പോഴത്തേന് ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിഞ്ഞൂടാ, ഇതിനാണോ നമ്മൾ അവിടെ ചെന്ന് പെട്ടെന്നൊക്കെ തോന്നുന്നൊരു നിമിഷമല്ലേ. അങ്ങനെ ഞങ്ങളുടെ ലൈഫിലുണ്ടായ ഒരു സംഭവമാണ് കേട്ടോ ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ 2005 എനിക്ക് കുവൈറ്റിൽ ജോലി സംബന്ധമായിട്ട് പോയിന്റ് വന്നത്. അപ്പം ഞങ്ങളുടെ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല എന്നെ കൊണ്ടുവിടാൻ വേണ്ടി. എൻ്റെ ബ്രദേഴ്സ് എല്ലാം പുറത്തായിരുന്നു, ലാൽച്ചാൻ റീച്ചാൻ ബീച്ചാൻ എല്ലാം പുറത്തായിരുന്നുകൊണ്ട് എൻ്റെ കസിൻ ബ്രദർ, അത് ജോഷാനാണ് എന്നെ കൊണ്ടുവിട്ടത് മീൻസ് കുവൈറ്റ് വരെയല്ല, ബോംബെ വരെ. ബോംബെയിൽ നിന്ന് നമ്മുടെ പാസ്പോർട്ട് ബോംബെയിലായിരുന്നു കൊടുത്തത്. ബോംബെയിൽ നിന്ന് കളക്ട് ചെയ്തിട്ടായിരുന്നു പോകേണ്ടത്, ഒരു ഏജൻസി മുഖേനയാണ് നമ്മൾ പോകുന്നത്. അപ്പൊ അതിന് മുമ്പ് തന്നെ ഒരു ഫ്രണ്ടുമായിട്ട് ഞങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട്, ദീപ കേട്ടോ. അപ്പം നമ്മുടെ ഏജൻസിയിൽ അറിയാമായിരിക്കുമല്ലോ ഇന്ന ആൾക്കാർ ആരൊക്കെ ഒരുമിച്ച് പോകുന്നതെന്ന് അറിയാവുന്നതുകൊണ്ട് അവൾ എന്നെ കോണ്ടാക്ട് ചെയ്ത്, അങ്ങനെ ഒരു ജെസ്സി കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്, ദീപ കോണ്ടാക്ട് ചെയ്യുന്നത്. അപ്പൊ ദീപയായിട്ട് നന്നായിട്ട് കൂട്ടായത്. അപ്പൊ അങ്ങനെ ഞാൻ, ദീപ, ജോസ്റ്റൻ അറിയുന്നവരെ 3 പേരും ജയന്തി ജനതയിലാണ് ഞങ്ങൾ ബോംബെക്ക് വിട്ടത്. എനിക്കൊന്ന് ബോംബെ ചെന്ന് ജോസ്റ്റാന്റെ വൈഫിനത് പ്രഭ ചേച്ചിയുടെ ഒരു ചേച്ചിയുടെ വീട്ടിലൊക്കെ തങ്ങിയിട്ട് അതിന്റെ അടുത്ത ദിവസമാണ് ഞാൻ ബോംബെന്ന് കുവൈറ്റിലേക്ക് ഖത്തർ വഴിയല്ല, ബഹ്റൈൻ വഴിയായിരുന്നു ഞങ്ങൾക്ക് അന്ന് ഫ്ലൈറ്റ് വന്നത്. അപ്പൊ എനിക്ക് വയറ് ചെറുതായിട്ടൊരു അപ്സെറ്റും ഉണ്ടായിരുന്നു, എന്തോ വയറ്റിളക്കം പോലെയൊക്കെ ഉണ്ടായിരുന്നു. എന്തോ പേടിയുടെ ആണോ ടെൻഷൻ്റെ ആണോ എന്നൊന്നും അറിയില്ല. അപ്പൊ ഞങ്ങൾ ബോംബെന്ന് കുവൈറ്റിലേക്ക് ഫ്ലൈറ്റ് കയറി. ഇപ്പം വേറൊരു ഫ്രണ്ട് കൂടെ വന്നു. ഞങ്ങൾ ഫ്രണ്ട് അല്ല, ഞങ്ങൾ ആദ്യമായിട്ട് കാണുകയാണ്, ഷൈനു. പുള്ളിക്കാരി കുറച്ച് ഗമയിലൊക്കെ ആയിരുന്നു. ഗമയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറണാകുളത്ത് നെടുമ്പാശ്ശേരി തൊട്ട് ബോംബെ വരെ പുള്ളിക്കാരി ഫ്ലൈറ്റിലാണ് വന്നത്. അതുകൊണ്ട് അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു പുള്ളിക്കാരിക്ക്. എങ്ങനെ ഫ്ലൈറ്റിനകത്ത് എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് അറിയാമായിരുന്നു. അപ്പൊ അവള് ഏതാണ്ടൊക്കെ എടുക്കുന്നു, ഫില്ല് ചെയ്യുന്നു, ഫുഡ് വരുമ്പോഴത്തേനും അത് ഇങ്ങനെ എയർ ഹോസ്റ്റസിനോടൊക്കെ പറയുന്നു. അപ്പൊ ഞാനും ദീപ എല്ലാം ഇവളെന്ത് ചെയ്യുന്നു നോക്കിയിട്ടാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ പുള്ളിക്കാരി അതിൽ ഞങ്ങളുടെ സീനിയറായിരുന്നു. അങ്ങനെ വലിയ ഞങ്ങളുടെ സംസാരമൊന്നുമില്ല, ഞങ്ങളുടെ വലുതായിട്ട് വലിയൊരു ശരിക്കും ഒരു ഗമയൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്. എന്നാലും ഞങ്ങളിങ്ങനെ നോക്കി, മലയാളിയാണല്ലോ, നമ്മുടെ കൂടെ ഉള്ള ഒരു കുട്ടിയാണ്, ഞങ്ങൾ നോക്കി ഓരോന്ന് ചെയ്യും. എങ്ങനെയൊക്കെയാണ് നമ്മൾ ഫില്ലൊക്കെ ചെയ്ത് കൊടുക്കണമല്ലോ, നോൺ വെജ് ആണോ വെജ് ആണോ, നമ്മളുടെ ലഗേജിനെ പറ്റിയിട്ടൊക്കെ ഫില്ല്, അതൊന്നും അറിയില്ല, പക്ഷെ എല്ലാം നോക്കി ഞങ്ങൾ ഫില്ലൊക്കെ ചെയ്തു. അപ്പൊ ബഹറിൽ ഇറങ്ങുന്നു. ബഹറിൽ ഇറങ്ങിയിട്ട് അപ്പൊ എൻ്റെ ബ്രദർ ബഹറിലുണ്ട്. അവിടെ വെച്ച് എന്നെ വിളിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ പറഞ്ഞു, എടി നിനക്ക് ട്രാൻസിറ്റ് വിസ ഉണ്ടെങ്കിൽ പുറത്ത് കൊണ്ടുവരാൻ പറ്റും, പക്ഷെ അത് അധികം നേരമില്ല അവിടെ. അപ്പൊ അതുകൊണ്ട് തന്നെ അടുത്ത ഫ്ലൈറ്റിന് തന്നെ ഞങ്ങൾ കുവൈറ്റിന് തിരിക്കും. അവിടെ എനിക്ക് 1 hour എന്തേ ഉള്ളൂ കുവൈറ്റിലേക്ക്. അങ്ങനെ ഞങ്ങൾ ഏകദേശം 4:30 ആകുമ്പോൾ കുവൈറ്റിലെത്തി. കുവൈറ്റ് എയർപോർട്ടിലെത്താം. കുവൈറ്റ് എയർപോർട്ടിൽ ഇറങ്ങി. അപ്പൊ ഇമിഗ്രേഷന് വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ ഞങ്ങളുടെ ഇതൊക്കെ കാണിക്കാൻ വേണ്ടി നിൽക്കുകയാണ്, പാസ്പോർട്ടും വിസയൊക്കെ കാണിക്കാൻ വേണ്ടി ഒരു ക്യൂവിൽ ഇങ്ങനെ നിൽക്കുക. അപ്പൊ ആ ക്യൂവിന് അങ്ങ് അറ്റത്ത് അവരുടെ ഓഫീസേഴ്സൊക്കെ ഇരിപ്പുണ്ട്. അറബി ലേഡീസ് തന്നെയാണ് ഇരിക്കുന്നത്. അവർ മറ്റേ അബായൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ലേഡിയുടെ ഞാനിങ്ങനെ എൻ്റെ ഇത് കൊടുക്കും, പാസ്പോർട്ടും വിസയും കൊടുക്കുമ്പോൾ തന്നെ അവരെന്നോട് ചോദിച്ചു, ഇന്തോനേഷ്യ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇല്ല ഇന്തോനേഷ്യ അല്ല, ഇന്ത്യ ആണെന്ന് പറഞ്ഞു. അപ്പൊ അവരിങ്ങനെ നോക്കിയിട്ട് എന്തോ ചിരിച്ച് അവരെന്തോ സ്റ്റാമ്പ് ചെയ്ത് തന്നിട്ട് ഓക്കെ പറഞ്ഞ് വിട്ടു. ഞങ്ങളപ്പം 3 പേരും 3 ക്യൂവിലാണ് നിന്നുകൊണ്ടിരുന്നത്. അപ്പൊ എവിടുന്ന് ഒരു പോലീസുകാരൻ പെട്ടെന്ന് വന്നിട്ട് ഞങ്ങളെ 3 പേരെയും കറക്റ്റായിട്ട് അതിൽ നിന്ന് പിടിച്ചിട്ട് വന്ന് അറബിയിൽ റോത്താഹത്ത്, അന്നൊന്നും അറബിയൊന്നും അറിയില്ല, ഇങ്ങനെ പറയുന്നുണ്ട്. ഭയങ്കര ദേഷ്യത്തിലാണ് പുള്ളി പറയണേ. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ ഞങ്ങള് മുറി ഇംഗ്ലീഷിലൊക്കെ അങ്ങോട്ടൊക്കെ ചോദിക്കുന്നുണ്ട്, പുള്ളി ഇങ്ങോട്ട് അറബിയിൽ പറയുന്നുണ്ട്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും കാര്യം മനസ്സിലാകത്തുണ്ട്. പിന്നെ ആംഗ്യ ഭാഷയിൽ ഞങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങളോട് താഴോട്ട് പോകുന്നതാണ് ഈ പറയുന്നത് പറഞ്ഞു. അപ്പൊ ഒരു കുറെ സ്റ്റെപ്സ് ഇങ്ങനെ ഉണ്ട് കേട്ടോ. ആ സ്റ്റെപ്പിൽ നമ്മൾ ബേസ്മെന്റിലേക്ക് പോകണം. ബേസ്മെന്റിൽ ഇറങ്ങിച്ചില്ല. അപ്പൊ ഞങ്ങള് ഇതെന്താണെന്ന് അറിയാതെ ആ ബേസ്മെന്റിലേക്ക് ഇറങ്ങിച്ചില്ല. അപ്പൊ ബേസ്മെന്റിന്റെ ആ മേലിൽ തന്നെ ഒരു വനിത സെക്യൂരിറ്റി ഇരിപ്പുണ്ട്. അപ്പൊ അവരോട് കാര്യം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞാൽ അങ്ങ് താഴെ ചെന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ താഴോട്ട് ഇങ്ങനെ ഇറങ്ങി ചെല്ലുമ്പോൾ ഞങ്ങൾ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ബേസ്മെന്റ് നിറച്ചും സ്ത്രീകളാണ് കേട്ടോ. എന്നുവെച്ചാൽ എല്ലാം എനിക്ക് തോന്നുന്നു ഒരു 25 to 50 ഇടയ്ക്ക് പ്രായമുള്ള പെൺകുട്ടികളും സ്ത്രീകളും ഇങ്ങനെ കുറെ പേര് കിടക്കുന്നുണ്ട്. കുറെ പേര് പായ പോലെ വിരിച്ച് കിടക്കുന്നുണ്ട്. കുറച്ച് ബെഡ്ഷീറ്റിൽ ഇങ്ങനെ കിടക്കുന്നവരുണ്ട്. എന്നുവെച്ചാൽ ക്ഷീണിച്ചിരിക്കുന്നവരാണ് എല്ലാവരും. കുറെ നേരമായിട്ട് അവിടെ വന്ന് തമ്പടിച്ചിരിക്കുന്ന ആൾക്കാരാണ്. നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണാൻ പറ്റും. പിന്നെ ഒരു 6 റോ ബെഞ്ച് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അത് 2 പോലീസുകാരെ നിൽപ്പുണ്ട്. എന്നിട്ട് എന്തോ മെഷീനൊക്കെ അവിടെ അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് കയറുമ്പം തന്നെ നമുക്കൊരു നെഗറ്റീവ്, ദൈവമേ ഇതെന്ത് സംഭവിക്കുന്നത്, നമ്മൾ ഇങ്ങനെ എക്സ്പെക്ട് ചെയ്തിട്ടല്ലല്ലോ വരുന്നത് എന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ ചെല്ലുകയാണ്. ഞങ്ങൾക്ക് താഴെ ഇരിക്കാനൊരു മടി, കാരണം ആൾക്കാർ ഇങ്ങനെ കിടക്കുക, ലിറ്ററലി പാവിരിച്ചിട്ട് താഴെ കിടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ എന്നിട്ട് മെല്ലെ ഈ ബെഞ്ചിന്റെ സൈഡിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഞാനുണ്ട്, ദീപയുണ്ട്, ഷൈനും ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേന് ഓരോരുത്തർ പേരിങ്ങനെ വിളിക്കുന്നുണ്ട് ഈ അറബി പോലീസ് കേട്ടോ. 2 പോലീസുകാരേ ഉള്ളൂ.
അപ്പൊ ഈ അറബി ആയതുകൊണ്ട് തന്നെ ഇവര് പേര് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. ഇപ്പം റേച്ചൽ എന്ന് വിളിച്ചാലും അവർക്ക് റേച്ചൽ എന്ന് അല്ല അവർ വിളിക്കുന്നത്, റേഷ്യൽ എന്നോ വേറെ എന്തെങ്കിലും ഒരു പ്രൊനൗൺസിയേഷൻ ആയിരിക്കും. അപ്പൊ ഈ കേൾക്കുന്നവർക്ക് അവരുടെ പേരാണെന്ന് ചിലപ്പം ഇത് മനസ്സിലാവണമെന്നില്ല. അപ്പൊ ഒരു ശ്രീലങ്കൻ ലേഡിയെ ഒരു പോലീസുകാരൻ വിളിച്ചു കേട്ടോ. വിളിച്ചിട്ട് പെട്ടെന്ന് അവർക്ക് എന്താ മനസ്സിലായില്ലെന്ന് ഒരു 3 പ്രാവശ്യം എന്താ പോലീസുകാരൻ വിളിച്ചു. അപ്പം വിളിച്ച് കുറെ കഴിയുമ്പോഴാണ് ഇവരുടെ പേരാണെന്ന് മനസ്സിലാവുന്നത്. ഇവർ എഴുന്നേറ്റ് ചെല്ലുന്നത്. ദൈവമേ, ആ പോലീസുകാരനാണെങ്കിൽ ഇവരുടെ ചെകിടത്തൊരു ഒറ്റയാക്കി. അയ്യോ, അതും കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങളുടെ സർവ്വ എനർജി നഷ്ടപ്പെട്ടു. കർത്താവെ, ഇതിനു വേണ്ടിയിട്ടാണോ നമ്മൾ ഇത്രയും പഠിച്ച് എന്ന് പറഞ്ഞ ഇത്രയും വിസ കഷ്ടപ്പെട്ട് എടുത്ത് എല്ലാ കാര്യങ്ങളും ചെയ്ത് കുവൈറ്റിലേക്ക് വന്നത്? അന്ന് 25 വയസ്സാണെന്ന് ഓർക്കണം. 25 വയസ്സ് വരെ നമ്മൾ ജീവിച്ചത് ഇതിനാണോ? നമ്മുടെ ലൈഫ് ചേഞ്ച് ആകുവാണോ? എന്തൊക്കെയോ തലയിൽ, എനിക്കാണെങ്കിൽ വയറും വയ്യ, എന്തൊക്കെയോ തലയിൽ കൂടി ഇങ്ങനെ പോവാം. അപ്പം ഈ അടിയും കൂടെ കണ്ടു കഴിയുമ്പോൾ അടിച്ചതും അവരൊന്ന് ഇതായി. എന്ന് വെച്ചാൽ ഈ പോലീസ് തന്നെ നല്ല വലിയൊരു മനുഷ്യനായിട്ടോ. ഇതായിട്ട് ഉടനെ അവർ കരഞ്ഞ് അവർ പോയിരുന്നു. അപ്പൊ ഇങ്ങനെ ഓരോരുത്തരുടെ പേര് വിളിക്കുന്നുണ്ട്. അവരുടെ കണ്ണൊക്കെ എന്തൊക്കെയോ ടെസ്റ്റ് ചെയ്യുന്ന പോലെയാണ് നമുക്കന്ന് മനസ്സിലാവുന്നത്. ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, പിന്നെ പോയിരിക്കാൻ പറയുന്നു. അപ്പം ഇങ്ങനെ ഈ വിളിക്കുന്നതനുസരിച്ച് ആ റോ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഏകദേശം 4:30ക്കാണ് നമ്മൾ ഫ്ലൈറ്റ് അവിടെ ഇറങ്ങുന്നത്. ഇത് 4:30 5:30 6:30 ഇതൊന്നും സംഭവിക്കുന്നില്ല. ഈ പോലീസുകാരാണ് ഞങ്ങളുടെ പേരൊന്നും വിളിക്കുന്നില്ല. അവസാനം 7 മണി അടുപ്പിച്ചായപ്പോഴത്തേന് ദീപയാണ് ആദ്യം വിളിക്കുന്നത് കേട്ടോ. ദീപാജിയുടെ പേര് വിളിച്ചു. ദീപ ചെന്നു. പിന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾക്കിപ്പം ID വേണമെങ്കിൽ നമുക്കൊരു ഫോട്ടോ ഒക്കെ എടുക്കില്ലേ? നമുക്കിപ്പം ആധാർ കാർഡ് എടുക്കണമെങ്കിൽ നമ്മുടെ ഫോട്ടോ എടുക്കും, കമ്പ്യൂട്ടറൈസ്ഡ് ആയിരിക്കും, നമ്മുടെ ഐയുടെ ഇതുണ്ടാവും, അല്ലെ തമ്പ് ഇംപ്രഷൻ എടുക്കും. ഈ ഒരു സംഭവമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴെനിക്ക് മനസ്സിലാവുന്നത്. അപ്പൊ അങ്ങനെ വിളിച്ച് ദീപാജി ആദ്യം വിളിക്കുന്നു. ദീപാജി ചെന്നിരിക്കുന്നു. ദീപാജി ചെന്നപ്പം ദൈവം സഹായിച്ച് 7 o'clock ആയപ്പോഴത്തേന് ഈ പോലീസുകാരുടെ ഷിഫ്റ്റ് ചേഞ്ച് ആയി. അപ്പൊ ഈ നേരത്തെ നിന്ന 2 പേര് മാറി വേറെ 2 പോലീസുകാർ വന്നു. അപ്പൊ ഭാഗ്യത്തിന് അതിൽ ഒരു പോലീസുകാരന് ഇംഗ്ലീഷ് അറിയാം കേട്ടോ. അപ്പൊ അദ്ദേഹം വന്നിട്ട് ദീപാജിയെ വിളിച്ചിട്ട് ആ സ്ഥലത്ത് ഇരുത്തിയിട്ട് പെട്ടെന്നാണ് അദ്ദേഹം വിസ എടുത്ത് നോക്കുന്നത്. നമ്മുടെ വിസ എടുത്ത് നോക്കുമ്പോൾ ജോബ് ഓഫർ ലെറ്റർ അതിനകത്തുണ്ട്. അപ്പം പെട്ടെന്ന് പുള്ളി ചോദിച്ചു, വൈ ആർ യു ഹിയർ എന്ന് ചോദിച്ചപ്പോൾ ദീപാജി ഇങ്ങനെ പറയണേ, ഞാൻ സ്റ്റാഫ് നഴ്സ് ആണ്, ഞങ്ങൾ അങ്ങനെ ജോലിയിൽ വന്നാന്ന് പറഞ്ഞപ്പം പുള്ളി പറഞ്ഞു, പിന്നെ നിങ്ങൾ എന്താണ് ഇവിടെ വെയിറ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ഇതുപോലെ പറഞ്ഞു, ഇങ്ങനെ ഒരു പോലീസുകാരൻ പറഞ്ഞു വിട്ടതാണെന്ന് ചോദിച്ചപ്പോഴത്തേന് ഞാൻ ഇത് കേൾക്കുമ്പോൾ വൈ ആർ യു ഹിയർ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് എഴുന്നേറ്റ്. ഞാനും ഷൈനൂട്ടിയും കൂടെ പെട്ടെന്ന് എഴുന്നേറ്റ് അവരോട് കേട്ടോ. ഷൈനിയാണ് അവളുടെ പേര് കേട്ടോ. ഞാനിങ്ങനെ ഇതാക്കി ഷൈനൂട്ടി എന്ന് വിളിക്കണതാണ്. അപ്പം ഷൈനും ഞാനും കൂടെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങളും പെട്ടെന്ന് ഫ്രണ്ടിലോട്ട് ചെന്നപ്പം ഈ ഇംഗ്ലീഷ് അറിയുന്ന പുള്ളി ഞങ്ങളുടെയും വിസ വാങ്ങിച്ചു നോക്കി. അപ്പൊ അതിന്റെ ജോബ് വിസയാണ് കാണുന്നത്. പുള്ളി പറഞ്ഞ പെട്ടെന്ന് ഇടുന്നെങ്കിൽ മേളിൽ പൊക്കോ, ഇനി ഇവിടെ നിൽക്കരുതെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഓടി മേളിൽ ചെന്ന് മേളിൽ ചെന്നപ്പോഴത്തേന് അവിടെ ചെന്നപ്പോ പിന്നെ ഞങ്ങൾ നേരത്തെ കണ്ടെന്ന പോലീസ് ഓഫീസറല്ലേ, പിന്നെ പുള്ളി പറഞ്ഞു താഴോട്ട് പോവാൻ. എനിക്കങ്ങോട്ട് ദേഷ്യം വന്നു. ഞാൻ അങ്ങോട്ട് പറഞ്ഞു, അറിയാവുന്ന ഇംഗ്ലീഷിലൊക്കെ അങ്ങോട്ട് പറഞ്ഞ്, ഞങ്ങൾ ഇപ്പൊ ഇവിടെ മേളിലേക്കാണ് വരുന്നത്, ഞങ്ങൾ താഴെയായിരുന്നു ഇത്ര നേരം, ഞങ്ങളുടെ 2 മണിക്കൂറാണ് ഇപ്പൊ പോയത് എന്നൊക്കെ പറഞ്ഞിട്ട് സങ്കടവും കരച്ചിലും ഒക്കെ വരുന്നുണ്ട്. കരഞ്ഞോണ്ടാണ് ഈ പറയുന്നതൊക്കെ. അങ്ങനെ ഞങ്ങൾ മേളിൽ വന്ന് ഞങ്ങൾ എത്തിയപ്പോഴത്തേന് ഞങ്ങളുടെ ലഗേജ് മാത്രം എന്റെ ബെൽറ്റിൽ ഇങ്ങനെ കറങ്ങി ആരും എടുത്ത് വെളിയിൽ ഇട്ടിട്ടുണ്ട്. കാരണം അത്രയും നേരം അത് ആ ബെൽറ്റിലൂടെ പോയിട്ടുണ്ട്. എത്രയോ പ്രാവശ്യം പോയിട്ടുണ്ടാവും. ആരോ പുറത്തെടുത്തിട്ടിട്ടുണ്ട്. പിന്നെ ആ ലഗേജ് ഒക്കെ പിടിച്ച് ഞങ്ങൾ വെളിയിൽ ചെന്നപ്പോഴത്തേനുണ്ട് ഞങ്ങൾക്ക് കൊണ്ടുവന്ന സ്പോൺസർ വന്നിട്ടില്ല. ഞങ്ങളുടെ ഹോസ്പിറ്റലിലെ സ്പോൺസർ വന്നിട്ട്, കാരണം അവർ 2 പ്രാവശ്യം അങ്ങോട്ട് വന്നിട്ട് തിരിച്ചു പോയി ഞങ്ങളെ കാണാണ്ടായിട്ട്. പിന്നെ അറിയാവുന്ന എന്താ പറയാ, ഞങ്ങളുടെ ഫോൺ നമ്പർ, ഓഫർ ലെറ്ററിലെ ഫോൺ നമ്പർ ഒക്കെ എടുത്ത് ഒരു കടയിൽ ചെന്നിട്ട് ലാൻഡ് ലൈനിൽ നിന്ന് ഞങ്ങളുടെ ഇതിലേക്ക് വിളിച്ച് ഇങ്ങനെ ഞങ്ങൾ എത്തിയിട്ടുണ്ട്, ഞങ്ങൾക്ക് ആരും പിക്ക് ചെയ്യാൻ വന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവര് വന്നാണ് പിന്നെ ആളെ അയച്ചിട്ട് ഞങ്ങളെ പിക്ക് ചെയ്ത് കൊണ്ടുപോകണം. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു, ദൈവമേ നോക്കി, അവർ നമ്മുടെ പൈസയൊന്നും വാങ്ങിച്ചില്ല ലാൻഡ് ലൈൻ എന്നൊക്കെ. ശരിക്കും പറഞ്ഞാൽ അവിടെ ലാൻഡ് ലൈന് പൈസ ഇല്ല, ഫ്രീ ആണ്. അപ്പൊ അങ്ങനെ ഒരു സംഭവം നമുക്ക് ഉണ്ടായി. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കണം, ആദ്യം നമ്മൾ പോയില്ല ഇമിഗ്രേഷൻ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് അത് കാണിക്കാൻ വേണ്ടി പോയില്ല. ആ ലേഡിയോട് ഞാൻ പറഞ്ഞതാണ്, ഇന്ത്യയാണ്, എന്റെ വിസയും കാണിച്ചതാണ്. പക്ഷെ അവരപ്പോ ഒരു കെയർലെസ് ആയിരുന്നു. അവരിങ്ങനെ ജസ്റ്റ് നോക്കിയിട്ട് നമ്മൾ മെയ്ഡ് ആണെന്നുള്ള, അല്ലെങ്കിൽ മെയ്ഡ് വിസയ്ക്ക് വേണ്ടി വരുമല്ലോ, അപ്പൊ അങ്ങനെയുള്ളവരെ അവരുടെ സ്പോൺസേഴ്സ് വന്നാലേ വിടുകയുള്ളൂ. ആ സ്പോൺസർ വന്ന് അതിന് മുമ്പേ തന്നെ അവർക്ക് പത്താക്കണം, നമ്മുടെ ID ഉണ്ടല്ലോ, ID എടുക്കണമല്ലോ, ആ രാജ്യത്തിന്റെ ഒരു ID പ്രൂഫ് നമ്മുടെ ഉണ്ടാവും. ആ IDക്ക് വേണ്ടിയിട്ടാണ് അവർക്ക് കണ്ണൊക്കെ നമ്മളുടെ ഇതൊക്കെ എടുക്കുന്നതൊക്കെ, എന്താ ഫോട്ടോ എടുക്കുന്നതൊക്കെ, നമ്മുടെ ഫോട്ടോ ID പ്രൂഫിന് വേണ്ടിയിട്ട്.
അപ്പൊ അതാണ് താഴെ നടന്നുകൊണ്ടിരുന്നത്. അപ്പൊ ഈ താഴെ കണ്ട ആ പെൺകുട്ടികളെല്ലാം ആയിട്ട് കൊണ്ടുവന്നതോ അങ്ങനെ വേറെ ഏതെങ്കിലും വിസയിൽ വന്നിട്ടുണ്ടാവും. അപ്പൊ അവരുടെ സ്പോൺസേഴ്സ് വന്ന് അവരെ കൈപ്പറ്റിയാൽ മാത്രമേ അവരെ അവിടെ നിന്ന് വിടുള്ളൂ, അല്ലെങ്കിൽ അവരെ വിടില്ല. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്. നമ്മൾ ജോബ് ഓഫറിന് അങ്ങനെ നിൽക്കേണ്ട കാര്യമില്ല. പക്ഷെ ഞങ്ങൾ ആ 2-2.5 മണിക്കൂർ ഞങ്ങൾ അനുഭവിച്ച ആ ഒരു ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതം തന്നെ നമ്മുടെ അതിന്റെ ഇടയ്ക്കാണെങ്കിൽ എനിക്ക് വയറുവേദന എടുത്തിട്ട് ഞാൻ ബാത്റൂമിൽ പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പൊ ചെന്നപ്പോ ഞാൻ പറഞ്ഞില്ലേ പണ്ടൊരു നേരത്തെ ഒരു സെക്യൂരിറ്റി അവിടെ ഇരുന്നെന്ന് പറഞ്ഞില്ലേ, ആ ചേച്ചിയോട് ഞാൻ മേളിലേക്ക് കയറാൻ തുടങ്ങി. അവർ പറഞ്ഞ് കയറരുത് അടിക്കുമെന്ന് പറഞ്ഞു. വേറെ രാജ്യങ്ങളിലൊക്കെ ആയി ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നാം നമുക്ക് ഭാഷ അറിയില്ല, നമുക്ക് പറഞ്ഞ് അവരെ മനസ്സിലാക്കാൻ പറ്റില്ല, അവർക്കും നമ്മുടെ ഭാഷ അറിയില്ല. ഇനിയിപ്പോ നമ്മുടെ ഭാഷ പറഞ്ഞെന്ന് പറഞ്ഞാലും അവരത് ഏറ്റെടുക്കില്ല. അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ആ സമയത്ത് ഞങ്ങൾ അനുഭവിച്ച ഒരു ടെൻഷൻ ഇപ്പോഴും ഞാനും ഷൈനിയും ദീപയൊക്കെ പറഞ്ഞത് ചിരിക്കും. ഇപ്പൊ നമുക്കത് ചിരിയാണെങ്കിലും അന്ന് 2-2.5 മണിക്കൂർ നമ്മൾ പെട്ടുപോയ സ്ഥലം എന്ന് പറഞ്ഞാൽ ദൈവമേ ഇത് എന്താ സംഭവിക്കുന്നതെന്ന് പോലും അറിയാതെ നമ്മൾ ടെൻഷൻ അടിച്ച ഒരു 2-2.5 മണിക്കൂറായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ ഇപ്പോഴും ആലോചിക്കുക എന്തുകൊണ്ടായിരിക്കും ഞങ്ങളെ 3 കൃത്യമായിട്ട് അതിന് പിടിച്ചോണ്ട് പോയത്. ഞങ്ങളുടെ ഡ്രസ്സ് ഞങ്ങൾ 3 ചുരിദാറാണെന്ന് തോന്നുന്നു, ഷൈനു ജീൻസ് ആയിരുന്നു എനിക്കറിയില്ല. അപ്പൊ ഞങ്ങളെ 3 കൃത്യമായിട്ട് പിക്ക് ചെയ്ത് താഴേക്ക് കൊണ്ടുവിട്ട് എന്താണെന്ന് അറിയില്ല അന്ന്. പിന്നെ അതുപോലെ നമ്മൾ ബോൾഡായിട്ട് ആ സമയത്ത് നമുക്ക് പറയാൻ അറിയില്ലല്ലോ, നമ്മളുടെ ലാംഗ്വേജ് ഇല്ലാത്തത് നമുക്ക് പറയാൻ അറിയില്ല. അതുമല്ല നമ്മൾ പോകുന്ന സ്ഥലത്തേക്ക് കൃത്യമായിട്ട് എന്താണ് നമ്മളുടെ ഇതെന്ന് നമുക്ക് അന്നുള്ള ഒരു അറിവില്ല. ഇത് ജോബ് ഓഫർ ലെറ്റർ ആണ്, നമ്മുടെ കയ്യിൽ ജോബ് വിസയാണ് ഇരിക്കുന്നത് എന്നൊക്കെ പറയാനുള്ള അത് എന്ത് സംഭവിക്കുന്നതെന്ന് നമുക്ക് അറിയാണ്ടായിപ്പോയി. അങ്ങനെയുള്ളൊരു സാധനം. അപ്പൊ ഇന്നും അങ്ങനെ പോകുന്നവരൊക്കെ ഓർത്തോണം, നമ്മളൊരു പുറത്തെ രാജ്യത്തിലേക്ക് പോകുമ്പം നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ്, എന്ത് വിസയിലാണെന്നും അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്തൊക്കെ ആയിരിക്കും എന്നൊക്കെ ഉള്ള ഒരു കൃത്യമായിട്ടുള്ള അവയർനെസ് ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്നൊക്കെ ഒന്ന് എന്താ പറയാ രക്ഷപ്പെടാമെന്ന് എനിക്ക് തോന്നുന്നു. ഇത് അറിയാണ്ടായതുകൊണ്ട് ഞങ്ങൾ പെട്ടുപോയി. പക്ഷെ ആ മറ്റേ പോലീസുകാരനല്ല അവിടെ ഡ്യൂട്ടിക്ക് വന്നിരുന്നെങ്കിൽ ഒന്ന് ഓർത്തു വെക്കുകയും ഞങ്ങളും അവിടെ ഇരുന്നതിന് 1-2 ദിവസം. എങ്ങനെയാന്ന് അറിയില്ല. ആ ഇംഗ്ലീഷ് അറിയാവുന്ന അല്ലെങ്കിൽ അത് വായിച്ചു നോക്കിയാൽ മനസ്സിലാവുന്ന ഒരു പോലീസുകാരൻ വന്നോണ്ടാണ്, ദയവായിട്ട് കൊണ്ടുവന്നോണ്ടാണ് ഞങ്ങൾ ആ സമയത്തെങ്കിലും അവിടുന്ന് വിട്ടത്. അപ്പൊ എനിക്ക് പെട്ടെന്ന് ഈ കഥ ഓർമ്മ വന്നു. അത് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അത്രേ ഉള്ളൂ. അപ്പൊ ടാറ്റാ ബൈ ബൈ.